തിരുവനന്തപുരം കളിപ്പാൻകുളം വാർഡിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ അവിടുത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കും. രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭൂരിഭാഗം വാർഡുകളിലും ശക്തമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ബൂത്തുകളിലും നീണ്ട ക്യൂ നമുക്ക് പ്രകടമാകുന്നുണ്ട്. ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചിട്ടുണ്ട്. മണിക്കൂറുകളാണ് ആളുകൾക്ക് പലയിടങ്ങളിലും കാത്തു നിൽക്കേണ്ടി വന്നത്. രാവിലെ മോക്ക് പോളിംഗ് നടത്തിയപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ ചില മെഷീനുകൾ പണിമുടക്കി. അങ്ങനെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് കോർപ്പറേഷനിലെ കിളിപ്പാൻകുളം വാർഡിലാണ്. ഇവിടെ 4 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 4 നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നു. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് ഈ കിളിപ്പാൻകുളം. അതിനാൽ തന്നെ അതിൻ്റെ ഒരു ആവേശം വോട്ടർമാർക്കിടയിലും കാണാൻ കഴിയുന്നുണ്ട്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിലും അധികം വോട്ട് രേഖപ്പെടുത്തും എന്ന് 3 മുന്നണികളും ഉറച്ചു പ്രതീക്ഷിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും അതിനുശേഷം നടന്ന കൊട്ടിക്കലാശത്തിലുമെല്ലാം നമ്മൾ ആവേശം കണ്ടതാണ്. ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്ന നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു ദിവസം പരമാവധി ആളുകളെ കണ്ട് അവരെല്ലാം ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ 3 മുന്നണികളും സജ്ജമാക്കിയിരുന്നു. മാത്രമല്ല പല വാർഡുകളിലും ശക്തരായ വിമത സ്ഥാനാർത്ഥികൾ കൂടി രംഗത്തുണ്ട്. അത് ഈ പറയുന്ന 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ മാറ്റിമറിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ കൂടി രംഗത്തെത്തുന്നതോടെ പലയിടങ്ങളിലും ഈ ത്രികോണ പോര് എന്നുള്ളത് മാറി 4 പേർ തമ്മിലുള്ള പോരാട്ടം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സ്ഥലങ്ങളുമുണ്ട്. തീരദേശത്തും നഗരത്തിലുമെല്ലാം ഒരുപോലെ തന്നെ ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ആളുകളുടെ വലിയ പങ്കാളിത്തം തന്നെ എല്ലായിടത്തുമുണ്ട്.